ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബെഡ്റൂം എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യണതും അടുക്കി പെറുക്കി വെക്കണത് എങ്ങനെയാണെന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കിടക്കുന്ന ബെഡ്റൂം എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇപ്പോൾ ചെറിയ മോനുള്ള കാരണം വൃത്തിയാക്കി ഇടുമ്പോഴും അവൻ വൃത്തികേടാക്കിയൊക്കെ ഇടും, എന്നാലും അത് നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റൂം ഇപ്പോൾ രാവിലെ ഇങ്ങനെയാണ് കിടക്കണം. കുറച്ച് തുണികൾ മടക്കാനുണ്ട്. നമ്മൾ ഇങ്ങനെയായിട്ടാണ് കിടക്കണം. ഇപ്പോൾ ജെയ്ഡുമോൻ കളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇതേ പാത്രങ്ങളും കിണ്ണങ്ങളൊക്കെ ഇവിടെ മടക്കണ്ട. അപ്പോൾ അതൊന്ന് മടക്കട്ടെ. അപ്പം നമുക്ക് കുറച്ചധികം തുണി മടക്കാനുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തുണി അപ്പുറത്തെ റൂമിലാട്ടോ മടക്കി വെക്കേണ്ടത്. അപ്പോൾ ആ റൂമിൽ മടക്കി വെക്കേണ്ടതൊക്കെ അവിടെ തന്നെ മടക്കി വെച്ചു. അതായത് ജെയ്ഡുവിൻ്റെയും ജൂസ്മോൻ്റെയും വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ നമ്മൾ ആ റൂമിൽ ബാസ്ക്കറ്റിലാക്കിയിട്ടാട്ടോ മടക്കി വയ്ക്കുക. അപ്പോൾ അവിടുത്തെ മടക്കി വെച്ചു. ഇനി നമ്മുടെ ബെഡ്റൂമിൽ അലമാരിയിൽ വെക്കേണ്ടതും പിന്നെ ഇവിടുത്തെ ഷെൽഫിൽ വെക്കേണ്ടതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ബെഡ്ഷീറ്റൊക്കെ മാറ്റി അലക്കിയതാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ അലമാരി തുറന്ന അപ്പോൾ ജെയ്ഡുമോ ചാടി കയറി അലമാരിയുടെ ആ ഷെൽഫുമ്മേ കയറിയിരിക്കും കേട്ടോ. അത് അടഞ്ഞു പോകുന്നില്ല കേട്ടോ. കാല് പുറത്തേക്ക് ഇട്ടിട്ടേ ഇരിക്കണേ. ഞാൻ മടക്കി വെക്കണ കൂട്ടത്തിൽ അവനെ തന്നെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തുണിയൊക്കെ മടക്കി അതിൻ്റെ സ്ഥാനത്ത് മടക്കി ഭദ്രമായിട്ട് കൊണ്ടുവച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മടക്കി എപ്പോഴും വെക്കുമ്പോൾ അത് ഒതുങ്ങി അവിടെ ഇരിക്കും. ചിലരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചില വീടുകളിൽ മടക്കി വെക്കാണ്ട് ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ചെയറും ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൽ നിന്ന് ഓരോന്ന് വലിച്ചെടുക്കുക ആവശ്യത്തിനുള്ളത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട് ആകെ വൃത്തികേടായിരിക്കും. നമ്മുടെ ബെഡ്റൂമാണെങ്കിലും ഒരു വൃത്തി ഉണ്ടാവില്ല, ഒരു ഒതുക്കം ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും പണി തീരാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അത് എപ്പോഴും മടക്കി അതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ നമ്മുടെ ഞാൻ എന്നും ഇതുപോലെ ഈ ഷെൽഫൊന്ന് അതിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് പൊടിയൊക്കെ എന്തെങ്കിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ അലമാരയുടെ പുറം ഭാഗവും പൊടി ഉണ്ടാവാമല്ലോ. അപ്പോൾ എന്നും തുടയ്ക്കുമ്പോൾ എനിക്ക് പണി വളരെ കുറവാണ്. അല്ല എങ്കിൽ നമുക്ക് കുറേ ദിവസം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് തുടയ്ക്കുമ്പോൾ നല്ല പണിയായിരിക്കും. പൊടി ഉണ്ടാവും നല്ലോണം. അതുമല്ല പിള്ളേർക്ക് ചുമയും ജലദോഷമൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അതുപോലെ ഞാൻ ഫാനൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ തുടച്ച് ക്ലീനാക്കി വെച്ചേക്കണേ കേട്ടോ. അതൊക്കെ നമ്മളൊരു മാസത്തിലൊക്കെ തുടയ്ക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ തുടയ്ക്കും. എന്നിട്ട് അതിന് ശേഷം തലോണ പെറുക്കി വെക്കൽ നമ്മുടെ പിള്ളേരുടെ പരിപാടി കേട്ടോ. ഇവന്മാരുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ തലോണ എടുത്ത് ബൈക്ക് കളിക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബെഡുമ്മേൽ തലോണ ഇടാറേ ഇല്ല. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചവിട്ടി മെതിച്ച് ആകെ അലമ്പാക്കും. പിന്നെ അതുമല്ല അതിൻ്റെ പഞ്ഞി പൊട്ടി പിന്നെ അത് ആകെ നാശമാവും. അപ്പം ഞാനത് അവിടെ ഇടാറില്ല. അതുകൊണ്ട് ഞാൻ ഒതുക്കി ഇതേ മേശപ്പുറത്ത് കൊണ്ട് വെക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞു നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ നമ്മുടെ വീട്ടിലെ സകലമായ സാധനങ്ങൾ കട്ടിലിൻ്റെ അടിക്കണം. അതായത് ജെയ്ഡു കളിക്കാൻ എടുത്തോണ്ട് രസം കട്ടിലിൻ്റെ തലക്കാൻ പാട്ട് കൂടെ താഴോട്ടിട്ട് എന്നും എനിക്കുണ്ടാവും. അടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ബീറ്റ്സ്, നമ്മുടെ അകത്തെ പാത്രങ്ങൾ, കളിക്കണ കട്ടകൾ, ഈ വക സാധനങ്ങളൊക്കെ മിക്കപ്പോഴും എനിക്ക് കിട്ടണേ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് അടിച്ച് കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞ് അലമാരയുടെ അടിയൊക്കെ അതൊക്കെ ഡെയിലി അടിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പൊടിയും ഒരുപാട് മാറാലയൊക്കെ വരും. മാറാലയൊക്കെ ഒന്ന് തൂത്താട്ട കൈയോടെ പോടുന്നപ്പോൾ ജെയ്ഡുസ് യൂറി പാസ് ചെയ്തിട്ട് കുറച്ച് ഡ്രസ്സിലായി എന്ന് പറഞ്ഞ് ട്രൗസർ ഊരി ഇട്ടു. ആ ട്രൗസർ ഞാനിപ്പോൾ എടുത്ത് ബാത്റൂമിലേക്ക് അലക്കാനായിട്ട് ഇട്ടു കേട്ടോ, വാഷിംഗ് മെഷീനിലേക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ ഫാനിൻ്റെ അടിയിലൊക്കെ ഇവന്മാർ കളിച്ചതിൻ്റെ വല്ല പേപ്പറുകളോ എന്തെങ്കിലുമൊക്കെ കാണും വാതിലിൻ്റെ ഇടയ്ക്ക്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ റൂം തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ റൂം ക്ലീനാക്കി കഴിയുമ്പോൾ നമുക്കുണ്ടാവും. അത് കഴിഞ്ഞ് ബെഡ്റൂം വിരിക്കുക. ഞാൻ വിരിക്കും. അത് ജ്യൂസ്മോന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ബെഡ് വിരിക്കുക എന്ന് പറയണത്. അപ്പോൾ ജ്യൂസ്മോനും വിരിക്കാറുണ്ട് കേട്ടോ. അവൻ നന്നായിട്ട് ബെഡ് വിരിക്കും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും അവൻ്റെ പുതപ്പും സാധനങ്ങളൊക്കെ അവൻ മടക്കി വയ്ക്കും. അതുപോലെ തന്നെ ബെഡൊക്കെ നന്നായിട്ട് വിരിക്കും കേട്ടോ. അതും മാത്രമല്ല അവൻ മറ്റു കാര്യങ്ങളും അവൻ നല്ലോണം ചെയ്തു തരും എനിക്ക്. ബാലവേല എന്ന് നിങ്ങളാരും പറയരുത് കേട്ടോ.
ഇത് അവൻ എന്നോട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. പക്ഷെ അവന് ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. അതുപോലെ തന്നെ അതേ നമ്മളെല്ലാം ഒതുക്കി സെറ്റാക്കി വെച്ച് ഇതാണ് കേട്ടോ നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഒരു കണ്ടില്ലേ, കബോർഡൊക്കെ നല്ല നീറ്റായിട്ട് വന്നില്ലേ. എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്ഥലത്ത് തന്നെ ഒതുക്കി വെച്ചു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി പണി കുറയും. നമ്മുടെ വീട്ടിൽ നമുക്ക് റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി, നമുക്ക് കിടക്കാൻ തന്നെ ഒരു സുഖം തോന്നും, സന്തോഷം തോന്നും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.